നമസ്കാരം, ഷിജിയാണ്. ഇന്ന് വന്നേക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. കാരണം എന്താ, നമ്മളുടെ ഈ ഒരു ചാനലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്നറിയാമോ? മാനിഫെസ്റ്റേഷൻ എഴുതാനാണ് ഏറ്റവും ഇഷ്ടം. കാര്യം പല മനുഷ്യർക്കും ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. കാര്യം നമ്മളുടെ ഇലക്ഷൻ്റെ ബലമൊക്കെ വന്ന് എല്ലാവരും വിജയം ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ മന്ത്രിസഭ വരുന്നതിൻ്റെ പ്രതീക്ഷയിലാണ്. രണ്ട് ആൾക്കാരും ഒത്തിരി അധികം പ്രതീക്ഷകളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ തന്ന ആൾക്കാർക്ക് നമ്മൾ വോട്ട് ചെയ്തു, അവരിപ്പോ വിജയിച്ചു. അപ്പൊ എന്തായാലും പുതിയ സർക്കാരിന് എല്ലാ ആശംസകളും തരുവാണ്. കാര്യം അവര് നമ്മളുടെ മുമ്പിലേക്ക് വെച്ച എല്ലാ കാര്യങ്ങളും ശക്തമായിട്ട് നടപ്പാക്കാനും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ജോലി ചെയ്യാൻ, അങ്ങനെ അവർ പറഞ്ഞ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ അവർക്ക് എല്ലാ ശക്തിയും പ്രപഞ്ചം നൽകട്ടെ എന്ന് ആശംസിക്കുകയാണ്. പ്രതിപക്ഷത്തിനും ഏറ്റവും നല്ല പ്രതിപക്ഷമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ കേരളത്തിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അവർക്കും സാധിക്കട്ടെ. അങ്ങനെ എല്ലാവർക്കും ഈ ഒരു വർഷം വിജയിച്ച എല്ലാ ആൾക്കാരെയും ആശംസിക്കുന്നു. കാര്യം ഏറ്റവും നന്നായിട്ട് ജനങ്ങളെ സെർവ് ചെയ്യാൻ കിട്ടുന്ന മഹാഭാഗ്യമാണത്. അപ്പോൾ ആ ഒരു ഭാഗ്യം ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കൃപയും ഒക്കെ ഉണ്ടാവട്ടെ. പുതിയ മന്ത്രിസഭയ്ക്ക് ഏറ്റവും നന്നായിട്ട് ഏറ്റവും നല്ല ഗ്രോത്തിൽ നിന്ന് ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് എഴുതാൻ പോണത് എന്താണെന്നറിയാമോ? 5 ടെക്നിക്സ് ആണ്. കാര്യം എന്താണ്, മെയ് മാസം 5-ാം മാസമാണ്. 5-ാം തീയതി നമ്മളുടെ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാൻ പറ്റണ അത്ഭുത ദിവസമാണ്. കാര്യം ഓരോ മാസവും വർഷങ്ങളായിട്ട് ഞാനിപ്പോൾ ഒരു 6 വർഷമായിട്ട് ഇങ്ങനെ സ്ക്രിപ്റ്റിങ്ങിൽ തന്നെ ജോലി എടുക്കുന്ന ഒരാളാണ്. അപ്പം ഇങ്ങനെ കുറേ ബുക്കുകൾ തന്നെ കുറേ നാളുകൾ കഴിയുമ്പോഴത്തേക്കാണ് ഞാൻ ആ ബുക്കുകൾ കത്തിച്ച് കളയാറുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാനിഫെസ്റ്റേഷൻ ബുക്കുകൾ ഇങ്ങനെ കാണുന്നത്, വായിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ഒരു കരിയർ, സെക്കൻഡ് കരിയറാണ് ഞാനിങ്ങനെ ഒരു കോച്ചായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഞാൻ പല പല കാര്യങ്ങൾക്ക് ഞാൻ ഈ ഒരു സ്ക്രിപ്റ്റിംഗ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഈ ഒരു യൂട്യൂബ് ചാനല്, ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് 1,00,000 ഫോളോവേഴ്സ് ഉണ്ടാവുക എന്നുള്ളത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ നന്നായിട്ട് ഗ്രോ ചെയ്യണ ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 2,00,000 അടുത്തേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഈ ഒരു സോഷ്യൽ മീഡിയ കമ്മ്യൂണിറ്റി. ഉറപ്പായിട്ടും എനിക്കറിയാം 1 മില്യൺ എന്ന ആ ഒരു മാജിക്കൽ ഫിഗറിലേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്. കാര്യം നിങ്ങളുടെ ജീവിതത്തെ ശക്തമായിട്ട് ബിൽഡ് ചെയ്യാൻ 1 മില്യൺ ഫാമിലിയെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആക്കാനായിട്ടുള്ള ഒരു വലിയ നിയോഗമായിട്ടാണ് ഞാനൊരു കോച്ചായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒത്തിരി അധികം സക്സസ് സ്റ്റോറീസ് മാത്രമായിട്ട് ഓരോ ദിവസവും രാവിലെ എണീക്കാൻ പറ്റുന്നു. ഒത്തിരി അധികം ആൾക്കാരുടെ ജീവിതത്തിൽ ഓരോ ദിവസം എന്നോട് പറയും, ലാൻഡ് ക്രൂസർ മേടിച്ചു, ഇന്ന് ഈ ഒരു മിനി കൂപ്പർ മേടിച്ചു, ഇങ്ങനെ ഒത്തിരി സക്സസ് സ്റ്റോറീസ്. എൻ്റെ ആ ഒരു വീട് വാങ്ങി. അങ്ങനെ എത്ര അധികം സക്സസ് സ്റ്റോറീസാണ് ഈ ഒരു 3-4 വർഷത്തിൽ എന്നെ തേടി വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും സന്തോഷമുള്ള ഒരു കരിയറിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്. കാര്യം ഈ സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കൽ പോലും ഈ ഒരു മാജിക്കലായിട്ടുള്ള സെക്കൻഡ് വരവ് ഒരിക്കലും സാധ്യമാവില്ലായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും ഈ ഒരു പേജ് നിങ്ങളുടെ ജീവിതത്തെ ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ലൈഫിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർ ഉറപ്പായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം. എനിക്ക് യാതൊരു നഷ്ടമില്ല, നിങ്ങളാണ് നഷ്ടപ്പെടുന്നത്. എന്നെ നഷ്ടപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഗ്രോത്തിൽ നിന്ന് ഗ്രോത്തിലേക്ക് പോവാൻ ഒരു 10x ആവാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ചാനൽ നിങ്ങൾക്ക് നൽകുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് ഒരു കണ്ടന്റും, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവനില്ലാത്ത കണ്ടന്റുകൾ ഇതിൻ്റെ തിരാറില്ല. എൻ്റെ ജീവിതത്തിൽ അത്രയും ഫിനാൻഷ്യൽ സ്ട്രഗിളിൽ നിന്ന് ഇന്ന് ഞാൻ എങ്ങനെ എൻ്റെ ലൈഫിനെ ബിൽഡ് ചെയ്തു, എങ്ങനെ ഇത്രയും നല്ല രീതിയിലേക്ക് എനിക്ക് എൻ്റെ ഒരു ജീവിതം ജീവിക്കാൻ പറ്റുന്നു എന്നത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ പഠിപ്പിക്കുക ചെയ്യുന്നത്. കാര്യം നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ, കറണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഡോക്ടറേറ്റ് എടുത്താലും എത്ര പ്രൊഫഷണൽ ഡിഗ്രീസ് എടുത്താലും അവരുടെ ലൈഫിൽ എങ്ങനെ ജീവിക്കണമെന്ന്, എങ്ങനെ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ട് പ്രതിസന്ധികളിൽ ഇമോഷൻ കൊടുക്കാതെ എങ്ങനെ നമ്മുടെ ലൈഫിനെ വർക്ക് ലൈഫ് ബാലൻസോടെ എങ്ങനെ കൊണ്ടുപോകണം എന്ന് സ്കൂളുകൾ പഠിപ്പിക്കുന്നില്ല.
അപ്പോൾ ലൈഫ് കോച്ച് ഈ ഒരു അക്കാഡമി എന്താ ചെയ്യണത്, നിങ്ങൾ എവിടെ പെട്ട് കിടന്നാലും, നിങ്ങൾ എത്ര നെഗറ്റീവിലാണെങ്കിലും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അസ്വപ്ന ജീവിതം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് വരാം, പഠിക്കാം. ഈ ചാനലും നിങ്ങളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കും. ഒത്തിരി കണ്ടന്റുകൾ ഇതിൻ്റെ അകത്തുണ്ട്. ആ ഓരോ കണ്ടന്റുകളിലൂടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ലോകത്തിലെല്ലാം സാധ്യമാണ്. പക്ഷെ സാധ്യമാവണമെങ്കിൽ എന്ത് ചെയ്യണം? അവനവൻ്റെ ലക്ഷ്യങ്ങൾ ഒരു കടലാസിലേക്ക് എഴുതാൻ റെഡി ആവണം. അവനവൻ്റെ സ്വപ്നങ്ങൾ എന്താണ് എന്ന് ഉറപ്പിക്കാത്ത ഒരാൾക്കും ജീവിതത്തിൽ നല്ല ജീവിതം ജീവിക്കാൻ പറ്റില്ല. അപ്പം എന്തുകൊണ്ടാണ് പല മനുഷ്യരും സ്ട്രക്കായിട്ട് കിടന്നു പോണേ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വേറെ ഒന്നുമല്ല കാര്യം. ഇപ്പം നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ 100 പേരെ എടുത്ത 97% ആൾക്കാർക്കും അവൻ എന്തിനു വേണ്ടിയിട്ട് എണീക്കണം എന്നുള്ളൊരു ഗോളില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള മനുഷ്യർക്ക് എന്ത് പറ്റും? ഒരു 3% ആൾക്കാരാണ് ഗോളൊക്കെ എഴുതി വെച്ചിട്ട് ആ ഗോളിലേക്ക് മഴയായാലും വെയിലായാലും അസുഖമാണെങ്കിലും ഏതൊക്കെ സാഹചര്യമാണെങ്കിലും അവരതിലേക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണ ലെവലിലേക്ക് മാറേണ്ടി വരിക ചെയ്യണേ. അപ്പം എന്തുകൊണ്ട് മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പോർട്ടലൊക്കെ വരുമ്പോൾ ഒന്ന് വീഡിയോ എടുക്കുന്നതെന്നറിയാമോ? ഇതിനൊരു സയൻസ് ഉണ്ട്. നിങ്ങൾ ആലോചിക്കുമ്പോൾ ഈ ഒരു വീഡിയോ വന്ന് ഈ ഒരു ദിവസം വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് റീല് കൂട്ടിപ്പോകും, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരത്തില്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഉറപ്പായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലമല്ല ഇത്, ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. നിങ്ങളുടെ വരുമാനം കൂട്ടണം, നിങ്ങൾക്കൊരു മൾട്ടിപ്പിൾ ഇൻകം ഉള്ള ഒരാളായിട്ട് മാറണം, നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യണം, നിങ്ങൾക്കൊരു പോസിറ്റീവ് പേഴ്സണായിട്ട് മാറണം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ഏറ്റവും ബോണ്ടഡ് ആയിട്ട് ഒരു ഇമ്പമുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വരണം. നിങ്ങളുടെ ജീവിതത്തിൽ കരിയറിൽ 1% എത്തണം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ക്യാഷ് എനിക്ക് ഉണ്ടാക്കണം. എനിക്ക് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സമ്പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അവകാശമാണ്. എനിക്ക് സമ്പന്നനായേ പറ്റൂ. ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണിത്. അപ്പോൾ എന്തായാലും നിങ്ങളൊരു പേപ്പറും പേനയൊക്കെ എടുത്തിട്ടിരിക്കുക. കാര്യം ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞിട്ട് പോകാം. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വീഡിയോ കാണുമ്പോൾ എത്ര പേർക്ക് ഈ ഒരു വീഡിയോയിൽ എൻ്റെ ഈ ഒരു വോയിസിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യണുണ്ട് ഇതൊരു ഹൈ എനർജി പ്രോഗ്രാമാണ് എൻ്റെ വീഡിയോ എന്ന് ഉണ്ടെങ്കിൽ ഒന്ന് വന്നിട്ടൊരു താങ്ക് യു പറ. കാര്യം എന്താണെന്നറിയാമോ? ഒരു വീഡിയോയും വെറുതെ എടുക്കാൻ പറ്റില്ല. അതിന് നല്ല എഫേർട്ടുണ്ട്, അധ്വാനമുണ്ട്, അതിനൊരു ഇൻറ്റൻഷനുണ്ട്. ഞാൻ ഓരോ വീഡിയോസ് എടുക്കുമ്പോൾ എനിക്കൊരു പ്യുവർ ഇൻറ്റൻഷനുണ്ട്. കാര്യം എന്താണെന്നറിയാമോ? ഈ ഒരു വീഡിയോ കാണുന്ന ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ അത്രയും ബ്ലെസ്സിങ് ആയിട്ട് മാറാൻ എൻ്റെ വീഡിയോയ്ക്ക് പറ്റണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മെച്ചത്തിൽ നിന്ന് മെച്ചത്തിലേക്ക് പോയി നിങ്ങളുടെ ജീവിതത്തെ വളരെ ചുരുങ്ങിയ സമയത്തിൽ 10x ഗോളിലേക്ക് നിങ്ങളെ എത്തിച്ചിട്ട് നിങ്ങളെ ആ ഒരു സ്വപ്ന ജീവിതത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോകണം. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തല ഉയർത്തി നിൽക്കുന്ന ഒരു റോൾ മോഡലായിട്ട് ആണോ പെണ്ണോ ആവട്ടെ നിങ്ങൾ മാറണം എന്നൊരാഗ്രഹമാണ് ഈ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിലുള്ളത്. അപ്പം ഈ ഒരു ആത്മാർത്ഥത നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യണം? ഒരു നന്ദി പറയുക. കാരണം എന്തും തുടങ്ങണത് ഗ്രാറ്റിറ്റ്യൂഡിലാണ്. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ സംസ്കാരം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ ലൈഫ് മാറുക ചെയ്യണത്. അപ്പം നമ്മളുടെ പോർട്ടൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 55 പോർട്ടലാണ്. ഒത്തിരി സൂപ്പർ പവർഫുൾ ആയിട്ടുള്ള പോർട്ടലാണ്. ഈ ഒരു പോർട്ടൽ ഓപ്പൺ ആവണം എന്നാണ് മെയ് 5-ാം തീയതിയാണ്. അപ്പം നമ്മൾക്ക് വേണമെങ്കിൽ മെയ് 5-ാം തീയതി രാവിലെ 5 മണിക്ക് എഴുതാം, അല്ലെങ്കിൽ വൈകുന്നേരം 5 മണിക്ക് എഴുതാം. ഒരു 6 മണിക്ക് മുമ്പ് നിങ്ങൾ എഴുതി തീർക്കണം. 6 ആവണതിന് മുമ്പ് നിങ്ങൾ എഴുതി തീർക്കുക. നിങ്ങൾ 5 മണിക്കും ഒരു 5:59 മുമ്പുള്ള ഒരു ടൈമിങ്ങിൽ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കണം നിങ്ങൾ ചിന്തിക്കിച്ച് എഴുതേണ്ടത്. അപ്പോൾ എഴുതാൻ പോണതിന് മുമ്പ് നിങ്ങളിങ്ങനെ ഡിസൈഡ് ചെയ്യണം എന്താണ് എഴുതേണ്ടത്, നിങ്ങൾക്ക് എന്താണ് നേടേണ്ടത്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഈ ഓരോ മാനിഫെസ്റ്റേഷൻ എഴുതുമ്പോൾ ക്ലാരിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം പല ആൾക്കാർക്കും ഗോൾ എഴുതുമ്പോഴത്തേക്കുണ്ടല്ലോ ക്ലാരിറ്റി ഇല്ലെങ്കിൽ പ്രപഞ്ചത്തിന് അറിയാൻ പറ്റുമോ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്? അറിയാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ആഗ്രഹിക്കണം, എൻ്റെ വിവാഹം നടക്കാനാണോ, അതോ എനിക്ക് ഒരു ജോലി കിട്ടാനാണോ, അതോ ജോലിക്ക് പ്രൊമോഷൻ കിട്ടാനാണോ, അതോ എൻ്റെ സാലറി ഒന്ന് കൂടാനാണോ, അതോ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യമാണോ വേണ്ടത്, എന്താണ് വേണ്ടത് എന്ന് ഉറപ്പിക്കണം. അപ്പോൾ ഒരു നോട്ട്ബുക്കും പേന എടുക്കുക,
എന്താണ് വേണ്ടതെന്നുള്ളത് ഇന്ന് തന്നെ ഉറപ്പിച്ചു വെക്കുക. എന്താണ് ഞാൻ എഴുതാൻ പോണത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എഴുതാൻ ഫോണിന് വേറെ കുറച്ച് കാര്യം കൂടി ചെയ്യണം. ഇന്ന് ഈ ഒരു വീഡിയോ കേട്ട് കഴിഞ്ഞാൽ ഇന്ന് മുതൽ നാളെ രാവിലെ മുതൽ വരെ പരാതിയുടെ മോഡൊന്ന് ഓഫാക്കി വെക്കണം. അടുത്ത 24 മണിക്കൂർ പരാതി പറയില്ല എന്നുള്ളൊരു പ്രോമിസ് നിങ്ങൾ ഈ കമൻറ്റിൽ വന്നിട്ട് ഇടണം. കാര്യം എന്താണെന്നറിയാമോ? മാനിഫെസ്റ്റേഷനും പരാതിയും കൂടി ഒരുമിച്ച് പോവില്ല. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ എന്തും നേടാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. സത്യമാണ്. ഒന്നിനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറവുമില്ല. കാര്യം എന്താണ് ഇതിൻ്റെ കോൺസെപ്റ്റ്? നമ്മുടെ ഉപബോധ മനസ്സിൽ ഒരു വിത്തിട്ടാൽ അതിൻ്റെ ബലമുണ്ടല്ലോ, നമുക്ക് എവിടെ നിന്ന് കൊണ്ടുവരാൻ പറ്റും? നമ്മളുടെ ശരീരത്തിൽ നിന്ന് അന്തരീക്ഷത്തിൽ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റും. ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനിഫെസ്റ്റേഷൻ്റെ ടെക്നിക്ക്. അപ്പം നമ്മൾക്ക് മാനിഫെസ്റ്റേഷൻ കിട്ടണമെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്താ പറയണത്? നമുക്ക് ചോദിക്കാൻ പറ്റണം. പിന്നെ എന്താ പറയണത്? വിശ്വസിക്കാൻ പറ്റണം. കാര്യം നമ്മൾക്ക് അർഹതയുണ്ട് എന്ന് വിശ്വസിക്കാത്ത ഒന്നും നമ്മുടെ ലൈഫിലേക്ക് വരില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ചോദിക്കണം, വിശ്വസിക്കണം. ആ വിശ്വസിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കണം. അതിന് മോട്ടിവേഷൻ വേണം, ചൂരൽ വേണം, ഇങ്ങനൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി പണിയെടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെയാണ്. അതിനു വേണ്ടിയിട്ട് എവറി ഡേ നമ്മൾ ഇൻസ്പയർഡ് ആയിട്ട് ആക്ഷനിലേക്ക് മൂവ് ഔട്ട് ചെയ്യണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അത് കിട്ടിയതായിട്ട് നമ്മൾ ഫീൽ ചെയ്യണം. ഈ ഒരു 4 കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഒന്ന്, നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക. പരാതിയുടെ മോഡ് ഓഫ് ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ ടച്ച് ചെയ്യുന്ന എല്ലാ ആൾക്കാരെയും അപ്രിഷ്യേറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ടുള്ള ആ ഒരു അത്ഭുതകരമായിട്ടുള്ള സമയം അടുത്തു എന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ ഒരു വീഡിയോ. അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണില്ല. കാര്യം എന്താണ്? 10 കോടി ചാനലെങ്കിലും ഉണ്ട്. ആ ചാനലിൽ നിന്ന് തെരഞ്ഞു പിടിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ നിങ്ങളുടെ വിൻഡോയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, യൂണിവേഴ്സ് പറയുവാണ് നിങ്ങളുടെ ലൈഫ് രക്ഷപ്പെടാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മാജിക്കലി നിങ്ങൾ വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്, സമൃദ്ധിയിലേക്ക്, സമ്പത്തിലേക്ക്, ഐശ്വര്യത്തിലേക്ക്, സമാധാനത്തിലേക്ക് നിങ്ങൾ പോകാൻ പോവാണ്. അപ്പോൾ എത്ര പേര് റെഡിയാണ്? ഒരു പേപ്പറും പേനയും എടുക്കുക. പറയുന്ന സ്റ്റെപ്പുകൾ വളരെ സിമ്പിളാണ്. 100% വിശ്വാസത്തോടെ എഴുതുക. വിശ്വാസം ഇല്ലാത്തവർ ഈ പണിക്ക് വരാതിരിക്കുക. കാരണം നമ്മളുടെ അറ്റ്ലസ് രാമചന്ദ്രൻ സാർ പറഞ്ഞ പോലെ വിശ്വാസമാണ് എല്ലാം. വിശ്വാസം ഇല്ലേ ഈ പണിക്ക് വരാതിരിക്കുക. നിങ്ങൾക്ക് പറ്റിയ പണികൾ എന്തെങ്കിലും കണ്ടുപിടിക്കുക. വേണമെങ്കിൽ വന്നിട്ട് ഇതിൻ്റെ താഴെ വന്നിട്ട് കുറച്ച് ചീത്ത കമൻ്റ് ഇട്ടുള്ളൂ, ഒരു കുഴപ്പമില്ല. കാര്യം എന്താണ്? നമ്മൾക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത്, നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത്, അതാണ് നമ്മൾ ചെയ്യണത്. പക്ഷേ ലൈഫിൽ മാറ്റം വരണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? നിങ്ങളുടെ ജീവിതത്തെ പറ്റി, ഫ്യൂച്ചറിനെ പറ്റി നിങ്ങൾക്കൊരു വിഷൻ ഉണ്ടാവണം. ആ ഒരു വിഷൻ ഇല്ലാത്ത ഒരാൾക്കും ജീവിതത്തിൽ ഒന്നും നേടാനോ ജീവിക്കാനോ ഒരു കാരണങ്ങളുണ്ടാവില്ല. അപ്പം നിങ്ങളുടെ എന്താണ് ആഗ്രഹം എന്നുള്ളത് കണ്ടുപിടിക്കുക. അത് ഒരു പോസിറ്റീവ് വർത്തമാന കാലത്തിൽ എഴുതുകയും ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എഴുതേണ്ടത് 55 ടൈംസ് 5 ഡേയ്സ് ആണ്. ക്ലിയർ അല്ലേ? 55 പ്രാവശ്യം 5 ഡേയ്സ് എഴുതണം. ഇപ്പം നിങ്ങൾ വിചാരിക്കുകയാണ് എനിക്ക് 5 ലക്ഷം രൂപ വരുമാനം വേണമെന്നാണ് നിങ്ങൾ എഴുതണം എന്ന് ആഗ്രഹിക്കണതെങ്കിൽ നിങ്ങൾ എഴുതണം, എനിക്ക് 5 ലക്ഷം രൂപ മാസ വരുമാനം നേടാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷവാനും നന്ദിയുള്ളവളുമാണ്. ഇത് 55 ടൈംസ് എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിവാഹമാണ് നടക്കണം എന്ന് ആഗ്രഹിക്കണമെങ്കിൽ ഞാൻ ആഗ്രഹിച്ച വ്യക്തിയുമായിട്ടുള്ള വിവാഹം മംഗളകരമായിട്ട് വളരെ സന്തോഷത്തോടെ നടന്നതിന് നന്ദി. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പ്രസന്റ് ടെൻസിൽ നിങ്ങൾ എഴുതുക. ഇതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ്. എഴുതേണ്ടത് 5 ഡേയ്സ് ആണ്, 55 ടൈംസ് ആണ്. എഴുതാൻ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഏതെങ്കിലും ഒരു സമയം എടുക്കുക. 55 പ്രാവശ്യം 5 ദിവസം എഴുതണം. എഴുതുമ്പോൾ എപ്പോഴും ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒക്കെ എടുത്ത് വളരെ പോസിറ്റീവായിട്ടൊരു മ്യൂസിക്കൊക്കെ ഇട്ട് വർക്ക് ചെയ്യുക. കാര്യം നമ്മളുടെ ഉറപ്പായിട്ടും നമ്മളുടെ പേജ് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് എന്നിട്ട് ജോയിൻ ബട്ടൺ ഉണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് നിങ്ങൾ നേരെ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു സ്പെസിഫിക് മ്യൂസിക് ഒക്കെ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അത് ഇട്ടിട്ട് കേൾക്കുവാണെങ്കിൽ അതിന് കുറച്ചുകൂടി ഒരു പവർഫുള്ളായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു മൂഡില്ല. അപ്പോൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക, മനസ്സ് ശാന്തമാവുക, ഈ ഒരു കാര്യം നടന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഇപ്പം നിങ്ങളൊരു വീട് വയ്ക്കാനാണെങ്കിൽ
നിങ്ങൾ ആഗ്രഹിച്ച ആ വീട് ശരിക്കും ആ വീടിൻ്റെ ഫ്രണ്ടിൽ ഇട്ടേക്കണം നിങ്ങളുടെ ആ ഒരു പുതിയ BMW കാറ്. എഗെയിൻ നിങ്ങളുടെ ശരിക്കും എന്താണ് നിങ്ങളുടെ ആ ഒരു പാല് കാച്ചുമ്പോൾ നിങ്ങളുടെ പങ്കാളി കൊടുത്തേക്കണ സാരി, നിങ്ങൾ അതിനുവേണ്ടി കോംബോ ആയിട്ട് നിങ്ങൾ മക്കളൊക്കെ ആയിട്ട് പേറിയിട്ടേക്കണ ആ ഡ്രസ്സ്, ഇങ്ങനെ എന്തൊക്കെ ജീവനോടെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ സന്തോഷം അനുഭവിക്കുക, എന്നിട്ടങ്ങ് എഴുതുക. ക്ലിയർ അല്ലേ? അങ്ങനെ 5 ഡേയ്സ് എഴുതുക, 50 ടൈംസ് എഴുതുക. 55 ടൈംസ് എഴുതി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നിങ്ങളങ്ങ് മാറ്റി വയ്ക്കുക. നിങ്ങൾ അലമാരിയിലോ എവിടെയെങ്കിലുമൊക്കെ മാറ്റി വയ്ക്കുക. ഞാൻ സാധാരണ കുറച്ച് നാൾ കഴിയുമ്പോൾ കുറേയൊക്കെ ആയി കഴിയുമ്പോൾ കത്തിച്ച് കളയാം. വേണമെങ്കിൽ ഒരു 6 മാസമോ ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണേൽ കത്തിച്ച് കളയാം. കാര്യം ഇങ്ങനെയൊക്കെ എഴുതി വയ്ക്കുമ്പോൾ ഏറ്റവും വലിയ രസം എന്താണെന്ന് അറിയുമ്പോൾ, ഈ എഴുതി വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ കുറേ കഴിയുമ്പോൾ നമ്മളൊന്ന് അലമാരിയൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ ആലോചിക്കുമ്പോൾ ആഹാ ഇത് നടന്നല്ലോ, ഓ അടിപൊളി, അപ്പം അടുത്തത് എഴുതാൻ തുടങ്ങാൻ പറ്റും. കാര്യം എന്താണെന്നറിയാമോ, നമ്മൾ ധൈര്യത്തോടെ എന്ത് ചോദിച്ചാലും ദൈവം ഈ പ്രപഞ്ചം നമുക്ക് വേണ്ടി നടത്തിത്തരും. പക്ഷെ അത് അത്രയും പ്യുവർ ഒരു ഇൻറ്റൻഷൻ ആയിരിക്കണം. അത് ചോദിക്കാനുള്ള യോഗ്യതയുണ്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടൈം യൂസ് ചെയ്യുക. ഈ 5 and 55 ടെക്നിക്ക് ഇല്ലേ, അത്രയും പവർഫുൾ ടെക്നിക്കാണ്. ഞാൻ എല്ലാ മാസവും യൂസ് ചെയ്യണതാണ്. എൻ്റെ ജീവിതത്തെ മാറ്റാൻ ഈ ഒരു ടെക്നിക്ക് എത്ര അധികം എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ വാക്കില്ല. ഞാൻ അത്രയും ഒരു ആരാധികയാണ് ഈ ഒരു 5 to 55. എനിക്ക് അത്രയും ഇഷ്ടമാണ് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോഴും. കാര്യം എന്താണെന്നറിയുമ്പോൾ എഴുതുന്ന ഒരു കാര്യം പോലും നടക്കാതിരുന്നിട്ടില്ല. അപ്പോൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, അയ്യോ അത് കിട്ടുമോ കിട്ടിയില്ലല്ലോ, ആ ഫ്രസ്ട്രേഷന് എനർജി കൊടുക്കരുത്. നമ്മൾക്ക് വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾക്കത് കിട്ടും. ആ ഒരു വിശ്വാസത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ജോലിയിലേക്ക് നിങ്ങൾ പോവുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ കൊടുക്കുക. എല്ലാവരും രക്ഷപ്പെടട്ടെ, എല്ലാവരുടെയും ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കട്ടെ, എല്ലാവരും അവരുടെ സ്വപ്ന ജീവിതം മാനിഫെസ്റ്റ് ചെയ്യട്ടെ. അങ്ങനെ 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 ഈ ഒരു ജീവിതം എല്ലാവർക്കും നന്മയുള്ള, ഐശ്വര്യമുള്ള, ഒരു സമ്പന്നമായിട്ടുള്ള, സമാധാനമുള്ള, സന്തോഷമുള്ള ജീവിതം പടുത്തുയർത്താൻ നമുക്ക് എല്ലാവരെയും സഹായിക്കാം. അപ്പം ഇന്ന് ഞാൻ മിറായയുടെ ഒരു സാരി എടുത്താൽ വന്നേക്കണേ. എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഈ അത്ര പ്രൈസൊന്നും ഉള്ള സാരിയല്ല. പണ്ടൊക്കെ സാരിയൊക്കെ കൊടുക്കുമ്പോഴുണ്ടല്ലോ നല്ല വിലയുള്ള സാരീസാണ് ഏറ്റവും കൂടുതൽ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം ഈ കോട്ടൺ അല്ലേ, ഈ കോട്ടണിൽ ഈ ഖാദി കോട്ടണൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേ എനിക്കെന്നെ തോന്നി എന്തൊരു കംഫർട്ടബിളാണ്, ഭയങ്കര ഭംഗി. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ബ്ലാക്ക് മെറ്റൽ വളയൊക്കെ ഇട്ടു. ഇതെൻ്റെ ശരിക്കും എന്താണ് ക്രിസ്റ്റലിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ക്രിസ്റ്റൽസ് ഇടുമ്പോൾ നമുക്ക് കുറേ കൂടി പോസിറ്റിവിറ്റി കിട്ടാനായിട്ട് കുറേ സഹായിക്കുന്നുണ്ട്. ഒരു വീഡിയോ ഞാൻ അതൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ കോസ്റ്റ്യൂമൊക്കെ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചാനലിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ഇഷ്ടപ്പെടുവാണ്. ഞാൻ എന്തായാലും ലണ്ടൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ലണ്ടൻ ട്രിപ്പ് ശരിക്കും പോണത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡേറ്റ് വന്നിട്ട് നിങ്ങളോട് പറയാം. ഈ മാസം തന്നെയാണ് പോണത്. അപ്പോൾ ഒരു 2 ആഴ്ച ഒരു 3 ആഴ്ച ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ലണ്ടനിലുള്ള ആൾക്കാർക്ക്, ഇപ്പോൾ സ്കോട്ട്ലൻഡ് ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് എന്നെ കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ. നമ്മൾക്കൊരു കാണാനായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. ഏത് സമയത്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ള ലെവലിലേക്ക് മൂവ് ഔട്ട് പറയാം. അപ്പോൾ എന്തായാലും ഒത്തിരി സ്റ്റുഡൻസ് എനിക്ക് യൂറോപ്പിൽ നിന്നുണ്ട്, അമേരിക്കയിൽ നിന്നുണ്ട്. അപ്പോൾ ഇപ്പം എന്തായാലും UK-യിലും സ്കോട്ട്ലൻഡിലും ഒക്കെ ഉള്ള ആൾക്കാർ എന്തായാലും മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളെല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും വരുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. നമ്മൾ മിറക്കിൾ മോർണിംഗ് ബാച്ച് ഇനി വന്നത് ശരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ ജൂണിലാണ് വരിക. മെയ്യിൽ ഞാനിപ്പോൾ ട്രാവൽ ചെയ്യണോണ്ട് മിറക്കിൾ മോർണിംഗ് ഇല്ല. പക്ഷെ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ കാണുന്ന നമ്പറിലൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനോ നിങ്ങൾക്കിപ്പോൾ എന്ത് ചെയ്യാം, റെക്കോർഡിങ് എടുക്കാം. അങ്ങനെയുള്ള ലെവലിലേക്ക് വർക്ക് ചെയ്തിട്ട് ലൈവ് ആകുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി വർക്ക് ചെയ്യാൻ പറ്റും. അഗൈൻ മാനിഫെസ്റ്റ് മിറക്കിൾസിൻ്റെ ക്ലാസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. അതിപ്പോൾ 6-ാം തീയതി വൈകുന്നേരം 9 മണിക്കാണ് തുടങ്ങുന്നത്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് മാനിഫെസ്റ്റേഷൻ പഠിക്കണം, നിങ്ങളുടെ ജീവിതത്തിലൊരു ഡിസിപ്ലിൻ വേണം, നിങ്ങൾക്കൊരു വരുമാനം കൂട്ടണം, എഫേർട്ട്ലെസ് ആയിട്ട് എങ്ങനെ മാനിഫെസ്റ്റേഷൻ നടത്തണം എന്നുള്ളത് ഒരു പഠിക്കണം. എന്നിട്ട് ആ ഒരു പ്രാക്ടീസിൽ ഉറച്ചു നിൽക്കണം. എനിക്ക് തനിച്ച് പറ്റില്ല, എനിക്ക് ഒരാളുടെ സപ്പോർട്ട് വേണം.
ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി വേണം. കാര്യം എന്നെ സഹായിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ പോണത്. അങ്ങനെ നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരിക. ഈ മാസം ഇപ്പം നിങ്ങൾ ഈ ഒരു മാനിഫെസ്റ്റ് യുവർ ഡ്രീം ലൈഫ് എന്നുള്ള ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പോണവർക്ക് എന്ത് ബോണസ് എന്നറിയാവോ? നിങ്ങൾക്ക് 45 ഡേയ്സ് ആക്കി തരുവാണ് ഞാൻ. കാര്യം എന്താണെന്നറിയാമോ? നിങ്ങളിപ്പോൾ ഒരു ഗോളൊക്കെ എഴുതുമല്ലേ, ഈ ഗോളൊക്കെ എഴുതിയിട്ട് എങ്ങനെ നടത്തണം എന്ന് നിങ്ങൾക്ക് അറിയില്ല അല്ലേ? നിങ്ങളെ നടത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ ഞാൻ സഹായിക്കാം. 45 ഡേയ്സ് നിങ്ങൾക്ക് എൻ്റെ കൂടെ പഠിക്കാം. അപ്പോൾ നമ്മുടെ ഈ ബാച്ച് വന്നത് ഞാൻ പറഞ്ഞു ഈ വീക്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നേരെ ജോയിൻ ചെയ്തോളൂ. ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ തരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 2500 ഏതാണ്ട് 45 ദിവസമാണ് നിങ്ങൾ പഠിക്കാൻ പോണത്. എങ്ങനെ നിങ്ങൾ ഈ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം നിങ്ങൾക്ക് എങ്ങനെ ലൈഫിൽ കൊണ്ടുവരണം, എങ്ങനെ എഫേർട്ട്ലെസ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഗോള് നേടണം എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പോൾ എന്തായാലും എല്ലാവരും ലൈവായിട്ട് ക്ലാസ്സിലേക്ക് വന്ന് ജോയിൻ ചെയ്തോളുക. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആ സ്വപ്ന ജീവിതം എങ്ങനെ സാക്ഷാത്കരിക്കാം എന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പം ഇപ്പം തന്നെ ഈ നമ്പറിൽ വിളിച്ചിട്ട് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തോ കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ലവ് യു ആൾ.